ഹായ് ഓൾ. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പഠിച്ച് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. വൺസ് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ വരുന്നുണ്ട്, പ്രത്യേകിച്ചും അമെൻമെൻറ്റ്സ്. നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് പഠിക്കണമെന്നുള്ളത്. അപ്പം ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ, ഞാൻ 10th ഷെഡ്യൂളിനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമെൻമെൻറ്റ് ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്, ഞാനും അത് കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ 10th ഷെഡ്യൂളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 9th ഷെഡ്യൂളിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അത് നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. അത് 9th ഷെഡ്യൂളിൽ പറയുന്ന കാര്യമല്ല 10th ഷെഡ്യൂളിൽ പറയുന്നത്. 10th ഷെഡ്യൂൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി 9th ഷെഡ്യൂൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഈ 10th ഷെഡ്യൂൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കൊക്കെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് 10th ഷെഡ്യൂൾ. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഫസ്റ്റ് അമെൻമെൻറ്റിൽ തന്നെ ഏത് ഷെഡ്യൂൾ ആഡ് ചെയ്തു? 9th ഷെഡ്യൂൾ ആഡ് ചെയ്തു. അതായത് കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയ ഭാഗങ്ങളും കുറച്ച് ന്യൂനതകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് 9th ഷെഡ്യൂൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കമൻസ്മെൻറ്റിന് ശേഷം ഉടനെ തന്നെ ആഡ് ചെയ്തത്. ഇപ്പം നമ്മൾ വീടൊക്കെ പണിത് കഴിഞ്ഞ് ഒരു വർക്ക് ഏരിയ ഒക്കെ പോലെ കുറച്ച് ഭാഗം എക്സ്റ്റൻഷൻ പിടിക്കത്തില്ലേ, അതുപോലെയാണ് 9th ഷെഡ്യൂൾ ആഡ് ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാമാജികരുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ട് ഒരു പുതിയ ഷെഡ്യൂളിൻ്റെ ആവശ്യകത ഉയർന്നു വന്നു. അതാണ് 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 10th ഷെഡ്യൂൾ എന്താ പറയുന്നത്? ആൻറ്റി ഡിഫെക്ഷൻ ലോ. ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇതെന്തുവാ? കൂറുമാറ്റ നിരോധന നിയമം. അതാണ് എന്താ ആൻറ്റി ഡിഫെക്ഷൻ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു വലിയ കഥ. അതായത് പണ്ട് നമ്മുടേത് പാർലമെൻ്ററി ഫോം ഓഫ് എലക്ഷൻ ആണ്. നമ്മൾ എവിടുന്ന് അത് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്ന്. ബ്രിട്ടൻ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് ഫോളോ ചെയ്തത്. കുറേ കാലം ബ്രിട്ടൻ നമ്മളെ ഭരിച്ചതുകൊണ്ട് നമ്മൾ പരിചയപ്പെട്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ആയതും പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? പ്രസിഡൻ്റൽ ഫോം ഓഫ് ഗവൺമെൻറ് എടുത്തില്ല, മറിച്ച് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എടുത്തു. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം പൊളിറ്റിക്കൽ പാർട്ടിയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അതായത് ജയിച്ച പൊളിറ്റിക്കൽ പാർട്ടീസാണ് മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഇന്ത്യയിൽ എടുത്തപ്പോഴത്തേക്കും നമ്മളുടേതായ ഒരു നമുക്ക് കുറച്ച് ബുദ്ധി കൂടുതലായതുകൊണ്ട് നമ്മൾ കുറേ പരിപാടികൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ കുറേ ലൂപ്പ് ഹോൾസൊക്കെ കണ്ടുപിടിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഭരണം നടത്താൻ തുടങ്ങി. അതിനെതിരെയാണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ വന്നത്. എന്താണ് ആ പരിപാടി എന്ന് ചോദിച്ചാൽ, എലക്ഷൻ ഒരു പാർട്ടിയുടെ ചീട്ടിൽ നിന്ന് ഒരാൾ മത്സരിക്കും. ആ പാർട്ടി തോക്കും അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ല, പക്ഷെ ആ അപ്പുറം നിൽക്കുന്ന പാർട്ടിക്കാണ് ഭൂരിപക്ഷം എന്ന് കാണുമ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഭൂരിപക്ഷമുള്ള പാർട്ടിയിലേക്ക് എലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് കൂറുമാറും. അങ്ങനെ കൂറുമാറുമ്പോൾ എന്താ സംഭവിക്കുക? ഭൂരിപക്ഷമുള്ള പാർട്ടി അയാൾക്ക് റിവാർഡ് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹമന്ത്രി സ്ഥാനമോ എന്തെങ്കിലുമൊക്കെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആ പർട്ടിക്കുലർ വ്യക്തിക്ക് കൊടുക്കും. ഇതൊരു സ്ഥിര സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഒരു പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചിട്ട് പക്ഷേ ഭൂരിപക്ഷം ഏതാണോ പാർട്ടിക്ക്, ആ പാർട്ടിയിലേക്ക് ജയിച്ചതിന് ശേഷം പാർട്ടി ടിക്കറ്റ് മറന്നിട്ട് ഭൂരിപക്ഷമുള്ള പാർട്ടിയിലേക്ക് ഒന്നും അറിയാത്ത പോലെ കൂറുമാറുന്ന ഒരു സ്വഭാവം നമ്മുടെ MLA-മാർക്കും MP-മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭയിൽ ഇത് തന്നെയായിരുന്നു പരിപാടി. നിങ്ങൾ ഈ ആയാറാം ഗയാറാം എന്ന് തപ്പിയാൽ മതി. ഹിന്ദി ചാനലുകളിലൊക്കെ അതിനെക്കുറിച്ച് നല്ല നല്ല പ്രഭാഷണങ്ങൾ കാണാൻ പറ്റും. കാരണം അങ്ങനെ ഒരു MP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹം ഇന്ന പാർട്ടിയിലാണെങ്കിൽ അടുത്ത ദിവസമായി അദ്ദേഹം വേറൊരു പാർട്ടിയിലായിരിക്കും. കാരണം എന്നാ, ഓരോ പാർട്ടിക്കാർ അന്ന് തൂക്ക് മന്ത്രിസഭയൊക്കെ ഭയങ്കരമായിട്ട് ആ സമയമായിരുന്നു. അതായത് വ്യക്തമായ ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും ഇല്ല. എങ്ങനെയെങ്കിലും ഒരു 10 MLA-മാരും കൂടെ ഒരു ടീമിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടി അവർക്ക് ഭരണം കൈയേറാൻ പറ്റും. അപ്പം ഇവർ ഈ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഈ പാർട്ടികളെല്ലാം MLA-മാരെ അവരവരുടെ സൈഡ് MP-മാരെ അവരവരുടെ സൈഡ് ചേർക്കാൻ വേണ്ടി ഭയങ്കര ഓട്ടമാണ്. ആ ഓട്ടത്തിൽ പൊന്നും കൊടുത്ത് പൈസയും കൊടുത്ത് മന്ത്രിസ്ഥാനം ഒക്കെ വാഗ്ദാനം ചെയ്താണ് ഇവരെ ഇങ്ങനെ ഓരോ പാർട്ടിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലേലംവിളി പോലെ MP-മാരുടെ ഏറ്റവും നല്ല ഓഫർ എവിടെ നിന്നാണോ കിട്ടുന്നത് അതിലേക്ക് ഈ ടെക്നോ പാർക്കിലൊക്കെ ഓരോ കമ്പനീസ് എംപ്ലോയീസ് മാറുന്ന പോലെ നമ്മൾ എലക്ട് ചെയ്യുന്ന നമ്മുടെ സാമാജികർ എന്നാ ചെയ്യും? അങ്ങനെ പാർട്ടികൾ മാറി മാറി കളിക്കുമായിരുന്നു. അപ്പം അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പാർട്ടി ചിഹ്നത്തിനല്ലേ വോട്ട് ചെയ്തത്, ആ പാർട്ടിയിൽ ഉള്ള ഒരാളും കൂടെ ആയതുകൊണ്ടല്ലേ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. എന്നിട്ട് അയാൾ അവിടെ ചെന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പാർട്ടി മാറുന്നതൊക്കെ ശരിയാണോ? അല്ല. മാത്രമല്ല ഡെമോക്രസിക്ക് നല്ലൊരു ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു വ്യക്തിക്ക് ഒരു പാർട്ടിയുടെ ഒരു ഐഡിയോളജി കാണത്തില്ല,
അങ്ങനെ ഉണ്ടാക്കുന്ന മന്ത്രിസഭയും അധികകാലം നിൽക്കുന്നില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടും ഈ തൂക്ക് മന്ത്രിസഭയുടെയൊക്കെ ഒരു അല്ലെങ്കിൽ ഈ കൂറുമാറ്റത്തിൻ്റെയൊക്കെ ഒരു സസ്റ്റൈനബിലിറ്റി വളരെ കുറവായതൊക്കെ കൊണ്ട് അവസാനം നമ്മുടെ ഗവൺമെൻറ് തന്നെ എന്ത് തീരുമാനമെടുത്തു, ആൻറ്റി ഡിഫെക്ഷൻ ലോ ഉണ്ടാക്കാമെന്ന് തീരുമാനമെടുത്തു. അതായത് കൂറുമാറ്റ നിരോധന നിയമം. ഈ കൂറുമാറുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കാം, ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് ഏത് അമെൻമെൻറ്റ് വഴിയാണ് അത് കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തതെന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് വരാനുള്ളത്. 52nd അമെൻമെൻ്റ് ആണ് 1985 52nd അമെൻമെൻറ്റ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. 52nd അമെൻമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു 10th ഷെഡ്യൂൾ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം. 10th ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂള് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് കൂറുമാറ്റ നിരോധന നിയമം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇവർ ആഡ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിയമങ്ങളൊന്നും അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്തിലുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമം ആർക്കുള്ളതാ? ജനങ്ങൾക്കുള്ളതാണോ? അല്ല, ഇത് സാമാജികർക്കുള്ളതാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് അതിൻ്റെ അകത്ത് കൂടുതലും. എങ്ങനെ വേണം ഒരു സ്റ്റേറ്റിലെ ഗവൺമെൻറ് ആക്ട് ചെയ്യാന്നുള്ളതിനുള്ള ഒരു ബേസിക് സ്ട്രക്ചറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആൻറ്റി ഡിഫെക്ഷൻ ലോ ജനങ്ങൾക്കുള്ളതല്ല. ആർക്കുള്ളതാണ്? നമ്മൾ ജയിപ്പിച്ചു വിടുന്ന നമ്മുടെ ജനപ്രതിനിധികൾക്കുള്ളതാണ്. അവരൊരിക്കലും കൂറുമാറി കളിക്കരുത്. അവരെങ്ങനെയാണോ ജയിച്ചത് ആ പൊസിഷനിൽ തന്നെ നിൽക്കുക. അപ്പം ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഒന്നുകൂടി ഓർക്കുക, 52nd അമെൻമെൻറ്റിലാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ 10th ഷെഡ്യൂൾ ആഡ് ചെയ്തത്. 1985 കൂടെ ഓർക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി. ഒന്നാമത്തെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണോ ജയിച്ച് കയറി വന്ന ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ തന്നെ നിലനിൽക്കുക ആ വ്യക്തി. ഇപ്പം ഞാനൊരു ABCD എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് എൻ്റെ എന്ന് വെക്കുക. എന്നെ ABCD പാർട്ടിയുടെ ടിക്കറ്റിൽ ഞാൻ നിന്ന് ജയിച്ചു എന്ന് വെക്കുക. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എന്നെ CDEFൻ്റെ കൂടെ ഞാൻ പോകുക എന്ന് ചിന്തിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവും. ഞാൻ ജയിച്ച് വന്ന ആളാണെങ്കിലും എൻ്റെ മെമ്പർഷിപ്പ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ MLA ആണെങ്കിലും ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഒരുപോലെ ബാധകമാണ്. അപ്പം MLA ആണെങ്കിലും MP ആണെങ്കിലും ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് ജയിച്ചു വന്നത് ആ പാർട്ടിയിൽ തന്നെ നിന്നില്ലെങ്കിൽ ഞാൻ എന്താകും? ഡിസ്ക്വാളിഫൈ ആകും. അപ്പം ആൻറ്റി ഡിഫെക്ഷൻ ലോ വഴി പ്രധാനമായിട്ടും ചെയ്യുന്നത് കൂറുമാറി വരുന്ന MLA മാരെ അല്ലെങ്കിൽ MP മാരെ, സാമാജികരെ, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൂറുമാറുന്ന MP മാരല്ലെങ്കിൽ MLA മാരെ എന്താകും? ഡിസ്ക്വാളിഫൈഡ് ആകും. അതാണ് ഈ നിയമത്തിൻ്റെ അന്തസത്ത എന്ന് മനസ്സിലാക്കുക. അപ്പം എങ്ങനെയുള്ളവരാണ് ഡിസ്ക്വാളിഫൈഡ് ആകുന്നത്? അതിൻ്റെ മാനദണ്ഡങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ഒരു പർട്ടിക്കുലർ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചിട്ട് ജയിച്ചതിന് ശേഷം വേറൊരു പാർട്ടിയിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ ആ പാർട്ടി, അതായത് ഇപ്പം ഞാൻ ABCD എന്ന് പറയുന്ന പാർട്ടിയിലാണ് മത്സരിച്ച് ജയിച്ചെന്ന് വെക്കുക. പക്ഷേ എൻ്റെ ABCD പാർട്ടിയിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്ന് ഞാൻ എൻ്റെ അംഗത്വം രാജിവെച്ചാൽ എന്ത് സംഭവിക്കും? എൻ്റെ MLA എന്നുള്ള ആ ഒരു പദവിയല്ല, ഞാൻ ജയിച്ചത് ഏത് പൊസിഷനിലേക്കാണ് ആ പൊസിഷനും കൂടെ പോകും. ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകും. ഞാൻ ആ ഹൗസിലെ മെമ്പർ അല്ലാതാകും. മനസ്സിലായല്ലോ? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ പാർട്ടി ABCD ആണ്. നമ്മൾ ഈ ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ എങ്ങനെയാണ് നിയമങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നത്? ഒരു പാർട്ടിക്ക് ഒരു അഭിപ്രായം കാണും. അപ്പം ആ പാർട്ടിയിലുള്ള മെമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യണം? അതിനെ പിന്തുണയ്ക്കണം. അപ്പോൾ അങ്ങനെ അതിനെ പിന്തുണച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആവും. ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ വന്നതിന് ശേഷമുള്ള ഒരു കാര്യമാണ്, അതിൻ്റെ ഒരു പോരായ്മയാണിത്. ഇപ്പം ഞാൻ ABCD പാർട്ടിയിലാണെന്ന് വെക്കുക. പക്ഷേ ABCD പാർട്ടി എല്ലാ കാലത്തും നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഞാൻ തന്നെ വരുന്ന പാർട്ടി എൻ്റെ ഇഷ്ടത്തിനല്ല, വേറൊരു മോശമായ കാര്യം ചെയ്യുകയാണ്. പക്ഷേ എനിക്കതിൽ കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ പാർട്ടി തീരുമാനത്തിൽ നിന്ന് വോട്ട് ചെയ്യുന്നതിൽ നിന്നും അബ്സ്റ്റെയിൻ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ അതിന് ഞാനും വോട്ട് ചെയ്യണം. ഇപ്പോൾ പാർട്ടി പറയാണ് നോൺ കോൺഫിഡൻസ്, എൻ്റെ പാർട്ടി പ്രതിപക്ഷ പാർട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പം നോൺ കോൺഫിഡൻസ് പ്രമേയം, അതായത് എന്താ പറയുക, അവിശ്വാസ പ്രമേയം ഒരു കാരണമില്ലാതെ എൻ്റെ പാർട്ടി ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നീക്കുകയാണെന്ന് വെക്കുക. ആ പ്രമേയം നീക്കുകയാണെങ്കിൽ ഞാൻ പറയാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ എന്തിനാ ഭരണം തടസ്സപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവും. കാരണം എൻ്റെ ABCD പാർട്ടി എന്താണോ പറഞ്ഞത് അത് തന്നെ ഞാനും അനുസരിക്കണം. അതിന് ഞാനും എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. ഇനി അങ്ങനെ ഞാൻ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അത് 15 ദിവസം മുന്നേ ഒക്കെ പാർട്ടിയെ അറിയിച്ച് അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ എനിക്ക് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഒരു പാർട്ടിയെ, നമ്മൾ ബിലോങ് ചെയ്യുന്ന പാർട്ടിയോട് നമ്മൾ കാര്യകാരണ സഹിതം പറഞ്ഞാൽ അവർ നമ്മളെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അതൊക്കെ ഒരു എന്താ പറയുക, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനേ ആവത്തുള്ളൂ. ഒരിക്കലും ഇതൊന്നും നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. സോ
ഏത് പാർട്ടിയിലാണ് നിങ്ങൾ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ജയിച്ച് കയറിയത്, ആ പാർട്ടിയുടെ തീരുമാനം എന്താണോ അതിലൊക്കെ തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിനെതിരെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആകും എന്നുള്ളതാണ് സത്യം. ഇതൊരു വലിയ നെഗറ്റീവാണ് ഈ ഒരു ലോയുടെ. കാരണം പാർട്ടി എന്തെങ്കിലും ഒരു മോശം കാര്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലി അതിനെ റെസിസ്റ്റ് ചെയ്യാനോ തിരുത്താനോ ഉള്ള നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പാണ് അവിടെ ഇല്ലാണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു പ്രശ്നമായിട്ട് ഇത് പറയുന്നുണ്ട്, ഇതൊരു ക്രിറ്റിസിസമാണ്. ഇപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ 2 കാരണങ്ങളാണ്. ഒന്ന്, ഒരു പാർട്ടി ടിക്കറ്റിൽ ജയിച്ചിട്ട് ആ പാർട്ടിയിൽ നിന്നും ജയിച്ചതിന് ശേഷം വിട്ടുമാറുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ MLA ആണെങ്കിലും MP ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു ജോലി പോകും. രണ്ടാമത്തേത്, പാർട്ടി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അതിൽ നിന്ന് വോട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിന് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇഫ് ഹി ഓർ ഷീ വോളണ്ടറിലി ഗീവ്സ് അപ്പ് ഹിസ് ഓർ ഹെർ മെമ്പർഷിപ്പ് ഓഫ് സച്ച് പൊളിറ്റിക്കൽ പാർട്ടി ഓർ ഇഫ് ഹി ഓർ ഷീ വോട്ട്സ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിംഗ് ഇൻ സച്ച് കോൺട്രഡക്ടറി ടു ദ പാർട്ടി. ഇപ്പം നമ്മുടെ ഈ പാർട്ടിക്ക് കോൺട്രഡക്ടറി ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് പേര് മത്സരിച്ച് കയറുന്നുണ്ട്, അവർക്കും ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകും. എപ്പം? ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയാണ്, പക്ഷേ ഞാൻ നോക്കുമ്പോൾ ABCD പാർട്ടി ജയിച്ച് കയറുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ABCD പാർട്ടിയുടെ കൂടെ കൂടാൻ, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ലേ വന്നത്, എന്നാൽ ABCD പാർട്ടിയുടെ കൂടെ കൂടി അവർക്കൊരു അംഗബലം കൂട്ടുകയാണെങ്കിൽ അവരെനിക്ക് വല്ല മന്ത്രിസ്ഥാനം നൽകിയാലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോയാൽ അവിടെ എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. നിങ്ങൾ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച് ജയിച്ചെങ്കിൽ സ്വതന്ത്രനായിട്ട് തന്നെ അവിടെ ഇരിക്കുക. അതാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ മറ്റൊരു സംഭവം. ഇനി അടുത്തത് നോമിനേറ്റഡ് മെമ്പേഴ്സ്. നോമിനേറ്റ് ചെയ്ത കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. അതായത് രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് കുറച്ച് പർട്ടിക്കുലർ മേഖലകളിലെ പ്രഗത്ഭരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോമിനേറ്റ് ചെയ്ത മെമ്പർ 6 മാസത്തിനുള്ളിൽ അവർക്ക് തീരുമാനം എടുക്കാം. 6 മാസത്തിന് ശേഷമാണ് അവരൊരു പർട്ടിക്കുലർ പാർട്ടിയിലേക്ക് മാറുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ ആ നോമിനേഷനും ഇല്ലാണ്ടാകും. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ചില ഘട്ടങ്ങളിൽ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആൻറ്റി ഡിഫെക്ഷൻ ലോ നിങ്ങൾക്ക് നേരിടാതിരിക്കാൻ പറ്റും. അതെപ്പോഴൊക്കെയാണെന്ന് അറിയാമോ? ഇപ്പം ഞാൻ ABCD പാർട്ടിയാണ്, പക്ഷേ ABCD പാർട്ടി വേറൊരു XYZ പാർട്ടിയായിട്ട് മെർജ് ചെയ്യാൻ പോവാണ്. പക്ഷേ XYZ പാർട്ടിയും എൻ്റെ ABCD പാർട്ടിയും തമ്മിൽ ബദ്ധശത്രുക്കളാണ്. അവരുടെ ഐഡിയോളജീസ് ഒന്നും ഒട്ടും യോജിക്കുന്നതല്ല. അപ്പം എനിക്ക് ഈ മെർജിങ്ങിനോട് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണെങ്കിൽ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നെ ബാധിക്കത്തില്ല. മനസ്സിലായോ? അതായത് മെർജറിൻ്റെ സമയത്ത് ഇഫ് എ മെമ്പർ ഗോസ് ഔട്ട് ഓഫ് ഹിസ് ഓർ ഹെർ പാർട്ടി ആസ് എ റിസൾട്ട് ഓഫ് എ മെർജർ ഓഫ് ദ പാർട്ടി വിത്ത് അനദർ പാർട്ടി. അപ്പോൾ ഈ ഒരു പാർട്ടിയിൽ നിന്ന് വേറെ, അതായത് 2 പാർട്ടി മെർജ് ചെയ്യുമ്പോൾ അതിനോട് നിങ്ങൾക്ക് എതിർപ്പാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിയിൽ നിങ്ങൾക്ക് രാജിവെക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളെ ഡിസ്ക്വാളിഫിക്കേഷനിൽ ബാധിക്കുന്നില്ല. എ മെർജർ ടേക്ക് പ്ലേസ് വെൻ 2/3. അപ്പോൾ ഇനി മെർജർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2-ൽ, അതായത് 2/3. അപ്പം 3-2% എന്താകണം? 2 പാർട്ടി മിക്സ് ആകണം. അല്ലാതെ ഒരു പകുതി ആവരുത്. അതായത് ഒരു പാർട്ടിയുടെ പകുതി വേറൊരു പാർട്ടിയിലേക്ക് മെർജ് ചെയ്താൽ അത് മെർജിങ് ആയിട്ട് കരുതത്തില്ല, അത് സ്പ്ലിറ്റ് ആയിട്ടേ കരുതത്തുള്ളൂ. സോ 2/3 ആയിട്ടുള്ള, അതായത് 1/4 ഭാഗം 2 പാർട്ടിയും കൂടെ മിക്സ് ആയാലേ അതിനെ മെർജറായിട്ട് കരുതത്തുള്ളൂ. അപ്പം ആ ഒരു മെർജിങ് എന്ന് പറയുന്നത് 2/3 മജോറിറ്റി വേണം എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ഇപ്പം ഒരാൾ സ്പീക്കറായി നോക്കുക. ഇപ്പോൾ ലോക്സഭയിലാണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയിലെ വ്യക്തി സ്പീക്കറായിട്ട് കയറുകയാണെങ്കിൽ ആ സ്പീക്കറാകുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും. നമ്മൾ ഈ സ്പീക്കർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതായത് പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസിയിലുള്ളതാണ്. അത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. ബ്രിട്ടനിലെ സ്പീക്കർ എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹം പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഇപ്പം ഏത് പാർട്ടിയിൽ നിന്നാണോ സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നത് ആ സ്പീക്കർ ഒരിക്കലും ആ പാർട്ടിയിലെ സ്പീക്കർ ആയതിനു ശേഷം ആ വ്യക്തി ആ പാർട്ടിയിലെ അംഗമായിരിക്കുകയില്ല. ബ്രിട്ടനിൽ അങ്ങനെ, പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഏത് പാർട്ടിയിൽ നിന്നാണോ അദ്ദേഹം വന്നത് ആ പാർട്ടിയിലെ അംഗമായിട്ട് തന്നെയാണ് അദ്ദേഹം സെർവ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ പറയുന്നുണ്ട്, വേണമെങ്കിൽ ഒരാൾ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്താൽ അയാൾക്ക് അയാളുടെ ഓഫീസിൽ ആ ഒരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പ് കളയാൻ പറ്റും. മെമ്പർഷിപ്പിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡിസ്ക്വാളിഫിക്കേഷൻ വരുത്തി വെക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് പണ്ട് സ്പ്ലിറ്റിനെ, അതായത് സ്പ്ലിറ്റ് ഉണ്ടല്ലോ, സ്പ്ലിറ്റിൻ്റെ മലയാളം എനിക്കറിയില്ല, പാർട്ടി സ്പ്ലിറ്റ് ആവുന്ന പരിപാടി ഉണ്ടല്ലോ, പിളർപ്പിനെ വലുതായിട്ട് ചോദ്യം ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ 2003 91st അമെൻമെൻറ്റ് വഴി, 91st അമെൻമെൻറ്റ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? 91st അമെൻമെൻറ്റ് ആക്ട് 2003. 91st അമെൻമെൻറ്റ് ആക്ട് 2003 പ്രകാരം സ്പ്ലിറ്റും എന്താക്കി?
ആൻറ്റി ഡിഫെക്ഷൻ്റെ കീഴിലായി. അതായത് ഈ പാർട്ടി ഒരു വലിയ പാർട്ടിയാണ്, അതിങ്ങനെ പിളർന്ന് പോകുമ്പോഴത്തേക്കും ആദ്യമൊന്നും അതിനെ ആൻറ്റി ഡിഫെക്ഷൻ്റെ കീഴിൽ വരുത്തിയിട്ടില്ലായിരുന്നു. അതായത് ആൻറ്റി ഡിഫെക്ഷൻ ലോ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഇൻഡിവിജ്വലായിട്ട് ഒരാൾ കൂറുമാറിയാൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇൻഡിവിജ്വലായിട്ട് ആരും കൂറുമാറുന്നില്ല. പിന്നെ അങ്ങ് പാർട്ടിയുടെ പിളർപ്പ് തുടങ്ങി, അതായത് ഒരു സെറ്റായിട്ട് മാറാൻ തുടങ്ങി. ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ വ്യക്തി ജയിച്ച് കയറിയിട്ട് വേറെ പാർട്ടിയിലേക്ക് മാറുന്നു എന്നുള്ളതായിരുന്നു. അത് നിരോധിച്ചപ്പോഴത്തേക്കും ഒരു കൂട്ടമായിട്ട് മാറാൻ ആളുകൾ തുടങ്ങി. അതിനുശേഷം സ്പ്ലിറ്റ് ആയിരുന്നു അന്നത്തെ മെയിൻ ട്രെൻഡ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ട്രെൻഡ് നിർത്താൻ വേണ്ടി 2003 എന്ത് ചെയ്തു, 91st അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അതുവഴി സ്പ്ലിറ്റും എന്താക്കി, ആൻറ്റി ഡിഫെക്ഷൻ്റെ കീഴിലാക്കി. അതൊരു വലിയ ക്രിറ്റിസിസം ആയിരുന്നു. ഇൻഡിവിജ്വലായിട്ട് കൂറുമാറുന്നത് പ്രശ്നം, പക്ഷേ ഒരു കൂട്ടമായിട്ട് കൂറുമാറുന്നത് പ്രശ്നമില്ല. ഇതെന്താ ഇവിടുത്തെ ന്യായം എന്നുള്ളൊരു സംഭവം വന്നതിൽ നിന്നാണ് 91st അമെൻമെൻറ്റ് വഴി ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇപ്പം സ്പ്ലിറ്റിനെ ബാധിക്കുന്ന രീതിയിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഈ ആൻറ്റി ഡിഫെക്ഷൻ വഴി ഡിസ്ക്വാളിഫിക്കേഷൻ നടക്കുമെന്ന് പറഞ്ഞല്ലോ. ഇതിനി ആര് നടത്തും ഈ ഡിസ്ക്വാളിഫിക്കേഷൻ? അതിൻ്റെ ഫുൾ അതോറിറ്റി മാർക്കാണ് നൽകിയിരിക്കുന്നത്, സ്പീക്കറിനാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു അസംബ്ലിയിലെ സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. സ്പീക്കറിൻ്റെ തീരുമാനമായിരിക്കും അവസാനം ആൻറ്റി ഡിഫെക്ഷൻ ലോ വഴി ഒരു വ്യക്തി ഡിസ്ക്വാളിഫൈ ആകണോ വേണ്ടയോ എന്നുള്ളത്. ഇത് കോടതി ചോദ്യം ചെയ്തു. കിറ്റോ ഹോൾഹെൻ കേസ് ഞാൻ എഴുതി കാണിക്കാം. കിറ്റോ ഹോൾഹെൻ കേസ് 1992. അതിൽ കോടതി പറഞ്ഞു അതങ്ങനെ പറയാൻ പറ്റത്തില്ല, സ്പീക്കറിൻ്റെയാണ് അവസാന വാക്കെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം സ്പീക്കർ അങ്ങ് പറഞ്ഞാൽ പിന്നെ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അവർക്ക് ആണല്ലോ ഇത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ഏറ്റവും അവസാനത്തെ വാക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എപ്പോഴും ആർക്കാ? ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനും. അപ്പം സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും ആ ഒരു പവറിനെ സ്പീക്കറിനെ അവസാന വാക്കാക്കുന്നതിലൂടെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ സ്പീക്കർ ആണ് അവസാന വാക്കെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് അന്ന് ഈ ഒരു കിഹിറ്റോ ഹോൾഹെൻ കേസിൽ സുപ്രീം കോർട്ട് വിധിച്ചത്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. അപ്പം ഡിസൈഡിങ് അതോറിറ്റി കറൻ്റ്ലി അക്കോർഡിംഗ് ടു 10th ഷെഡ്യൂൾ ആർക്കാണ്? സ്പീക്കറിനാണ്. സ്പീക്കർ തീരുമാനിക്കുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. ഇപ്പോൾ പ്രിസൈഡിങ് ഓഫീസർ, അതിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ എന്നാണ് സ്പീക്കറിനെ പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ ആണെന്ന് ഓർക്കുക. ആൻറ്റി ഡിഫെക്ഷൻ ലോ സ്പീക്കറിന് ഭയങ്കര പരമാധികാരങ്ങൾ നൽകുന്നുണ്ട്. അതിലെ ഹീറോ ആരാണ്? സ്പീക്കറാണെന്ന് മനസ്സിലാക്കുക. കുറേ ക്രിറ്റിസിസം ഉണ്ട് ഇതിൻ്റെ അകത്ത്. എനിവേ ഇങ്ങനൊരു നിയമം വന്നതിന് ശേഷം കുറച്ചൊക്കെ സ്റ്റെബിലിറ്റി ഉണ്ടായി. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ ടിക്കറ്റിൽ ഒരാൾ ജയിക്കുന്നു, പിന്നെ തോന്നിയ പാർട്ടിയിലേക്ക് മാറുന്നു, അവിടുന്ന് മന്ത്രിസ്ഥാനം കിട്ടുന്നു. മീൻസ് അങ്ങനെ പാർട്ടിയൊക്കെ മാറി മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം ഒരു മന്ത്രിയായാലും പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അയാൾ മന്ത്രിയായാലും എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്? ആളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അല്ലേ? അപ്പം ഇങ്ങനെ കുറേ, അതുപോലെ തന്നെ ഇങ്ങനെ കുറേ പേര് വരാനുണ്ടെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസും എന്ത് ചെയ്യും? ചുമ്മാ ആവശ്യമില്ലാതെ കുറേ മന്ത്രിസ്ഥാനങ്ങളും ആവശ്യമില്ലാതെ കുറേ സ്പെൻഡും ചെയ്യും അല്ലേ? അപ്പോൾ ഇത് മൊത്തത്തിലൊരു എഫക്റ്റ് നമ്മൾ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഈ ഒരു ലോ വന്നേ പിന്നെ, ഇങ്ങനത്തെ ഒരു പ്രൊവിഷനൊക്കെ നിർത്തലാക്കിയ പിന്നെ, ഈ കൂറുമാറുന്ന പരിപാടിയൊക്കെ നിർത്തലാക്കിയ പിന്നെ മൊത്തത്തിലൊരു ക്ലൻസിങ് സംഭവിച്ചിട്ടുണ്ട്. 91st അമെൻമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് സ്പ്ലിറ്റും കൂടെ എന്താക്കി? നിയമവിരുദ്ധമാക്കി. ഇനി 2 കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഈ കമ്മിറ്റിയും പിന്നെ നാഷണൽ കമ്മീഷൻ ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇങ്ങനെ 2 കമ്മിറ്റി അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷൻ്റെ പേര് മനസ്സിലാക്കുക. ദിനേശ് ഗോസ്വാമി കമ്മീഷന് നാഷണൽ കമ്മീഷൻ ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ 2 ടീമും കൂടെ എന്ത് തീരുമാനിച്ചു? 2002 ഉണ്ടായിരുന്നതാണ് ഈ ഒരു വർക്കിംഗ് കമ്മീഷൻ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ 2 കമ്മീഷൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് 91st അമെൻമെൻറ്റ് വന്നതെന്ന് ഓർക്കുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ മന്ത്രിമാർ, അതായത് ഒരു രാജ്യത്തിലല്ലെങ്കിൽ ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും കുറേ മന്ത്രിമാരെ ഇവരുണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ ഈ പാർട്ടി സ്പ്ലിറ്റ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിൽ നിന്ന് ചാടി വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കാൻ വേണ്ടി മന്ത്രിസ്ഥാനം ഇവർ വാഗ്ദാനം ചെയ്യും. മന്ത്രിസ്ഥാനത്തിന് ഒരു പരിധിയില്ലേ? അപ്പോൾ ഇവർ പുതിയ മന്ത്രിസ്ഥാനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ റോഡിന് മന്ത്രിയുള്ള പോലെ തോടിന് മന്ത്രിയായി, റെയിൽവേ ട്രാക്കിന് മന്ത്രിയായി, റെയിൽവേക്ക് മന്ത്രിയായി. അപ്പോൾ എല്ലാത്തിലും കുറേ മന്ത്രിസ്ഥാനങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയ സംസ്ഥാനമാണെങ്കിൽ ലെജിസ്ലേറ്റീവ്സ്, അതായത് നിയമസഭയിൽ MLA-മാർ 10 പേരാണെങ്കിൽ 20 പേര് മന്ത്രിമാരായി. അങ്ങനെയുള്ളൊരു ഇംബാലൻസ് ഇതിൻ്റെ എണ്ണത്തിൽ വന്നു. അപ്പോഴത്തേക്കും ഫൈനലി ഒരു നിർബന്ധം കൂടെ ഈ 91st അമെൻമെൻറ്റ് വഴി നടപ്പിലാക്കി. അതായത് മാൻഡേറ്ററി ആക്കി എന്ന് വെച്ചാൽ 15% ടോട്ടൽ
സഭയുണ്ടല്ലോ, ഹൗസിൻ്റെ 15% ആരാകാൻ പാടുള്ളൂ. ഇത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആകാൻ പറ്റത്തുള്ളൂ. മന്ത്രിസഭ എന്ന് പറയുന്നത് ലോകസഭയുടെ 15% ആകാൻ പാടുള്ളൂ. 15% കൂടുതലാകാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ 50-60% ഒക്കെ ആയിപ്പോവും. അത് തടയാൻ വേണ്ടി എന്താ പറ്റിയ ലോക്സഭയുടെ 15% ആകാൻ പറ്റത്തുള്ളൂ. അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും 15% ആകത്തുള്ളൂ. ഇപ്പോൾ ടോട്ടൽ MLA-മാരുടെ 15% മന്ത്രിസഭയിലേക്ക് എലക്ട് ആകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൂടെ 91st അമെൻമെൻറ്റ് വഴി നടപ്പിലാക്കി. പിന്നെ മിനിമം 12 മന്ത്രിമാരെങ്കിലും വേണം. ഇപ്പോൾ സിക്കിം പോലുള്ള ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിലൊക്കെ അധികം ആരുമില്ല. അപ്പം അങ്ങനെയുള്ളിടത്ത് 12 മന്ത്രി സ്ഥാനങ്ങളെങ്കിലും വേണം. അതായത് മന്ത്രിമാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒരു മന്ത്രി വേണം, റവന്യൂവിന് ഒരു മന്ത്രി വേണം, ഫിനാൻസിന് ഒരു മന്ത്രി വേണം. അപ്പോൾ അതുപോലൊരു 12 പോർട്ട്ഫോളിയോ വേണം എന്നുള്ളൊരു നിർബന്ധം കൂടെ ഈ ഒരു 91st അമെൻമെൻറ്റ് വഴി വന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. പിന്നെ ഈ ഡിസ്ക്വാളിഫൈഡ് ആയ ആളുകളെ ഒന്നും നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറച്ച് പ്രൊവിഷനും ഉണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താണ്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 10th ഷെഡ്യൂളാണ് നമ്മൾ പഠിച്ചത്. 91st അമെൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 91st അമെൻമെൻറ്റിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് 51st അമെൻമെൻറ്റ്. 51st അമെൻമെൻറ്റ് വരുന്ന രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. അപ്പം 15% എന്താകാൻ പറ്റത്തുള്ളൂ, ഒരു ലോക്സഭയുടെ ആണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആണെങ്കിലും 15% കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിട്ട് എലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 12 മന്ത്രിമാരെങ്കിലും മിനിമം വേണം, സ്റ്റേറ്റിലാണെങ്കിലും സെൻറ്ററിലാണെങ്കിലും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ്റെ ഗ്രൗണ്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചു. സ്പ്ലിറ്റും എന്താണ് ഡിസ്ക്വാളിഫിക്കേഷന് ഗ്രൗണ്ടാണ്. മെർജർ, അതായത് 2/3 മെർജറിൽ മാത്രമേ ഡിസ്ക്വാളിഫിക്കേഷൻ ബാധകമാകാതെ ഇരിക്കുന്നുള്ളൂ. മെർജർ അതും 2/3 അല്ലെങ്കിൽ അതും ഡിസ്ക്വാളിഫിക്കേഷന് ബാധകമാകുമെന്ന് മനസ്സിലായല്ലോ. അപ്പം ആൻറ്റി ഡിഫെക്ഷൻ ലോയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ അറിയാമെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും പറയാം കമൻസിൽ. ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ എനിക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിലേക്ക് നിങ്ങൾ ആഡ് ആകുക. ഓക്കെ, ശരി, താങ്ക് യു.